Hello students, now we come to another characterization of normality. First one is Urysohn's lemma. A topological space X is normal if and only if for every two disjoint closed sets there exists a continuous function f from x to 0, 1 taking value 0 on the first closed set and 1 on the second closed set. This is another characterization of normality. Sometimes questions are asked like state two characterizations of normality and prove any one of it എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് രണ്ടും അല്ലെങ്കിൽ തന്നെ പേരുള്ള തിയറംസ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഹിയർ the statement is like this: a topological space X is normal if and only if instead of two closed sets we have only one closed set. If and only if it has a property that for every closed subset A of X every continuous real valued function on A has a continuous extension to X. Space normal ആണ് എന്ന് പറഞ്ഞാൽ സ്പേസിന്റെ ഏത് ക്ലോസ്ഡ് സബ്സെറ്റ് എടുത്താലും അതിനെ എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ സ്പേസ് നോർമൽ ആണ് എന്നാണ് ഈ തിയറം പറയാം. The sufficient part is easy here. So we prove the sufficient part first. Proof വരുമ്പോൾ sufficient part ആണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുക. അത് നോക്കി വെക്കാനൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് കുറച്ച് റിസൾട്ട് ഡെഫിനിഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പൊ നോട്ടിൽ നിങ്ങൾ എഴുതുമ്പോൾ ടീസ് എക്സ്റ്റൻഷൻ തിയറത്തിന് മുമ്പായിട്ട് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തുടങ്ങുകയാണല്ലോ. അതിന് മുമ്പായിട്ട് യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻസ്, പോയിന്റ് വൈസ് uniform convergence and point-wise convergence of sequence of functions, then two results associated with the sequence of functions. അത് രണ്ടും നിങ്ങൾ നോട്ടിൽ ഇതിന് മുമ്പായിട്ട് എഴുതണം. അതിനുശേഷം നമുക്ക് തിയറം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിന് ആപ്ലിക്കേഷൻ ഇല്ല, സഫീഷ്യന്റ് പാർട്ടിൽ അതൊന്നും ആവശ്യമില്ല. അപ്പൊ നമ്മൾ അത് ആവശ്യമുള്ള സമയത്ത് ഞാൻ പഴയ ഡെഫിനിഷൻസ് റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഡെഫിനിഷൻസ് ആദ്യം എഴുതുക. നമുക്ക് പ്രൂഫിലേക്ക് ആവശ്യം വരുന്ന അനുസരിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഫസ്റ്റ് വി പ്രൂവ് ദ സഫിഷ്യന്റ് പാർട്ട് ഓഫ് ദ ടീസ് എക്സ്റ്റൻഷൻ തിയറം. ദാറ്റ് മീൻസ് വി ആർ അസ്യൂമിങ് ദാറ്റ്, അസംഷൻ ആണ് എന്ന് എഴുതുന്നില്ല. The space has the property, X has the property that for every closed subset A of X, every continuous real valued function on A has a continuous extension to X. This is our assumption. Assumption എന്ന് പറയുമ്പോൾ assumption clear ആണ്, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. Then we have to prove that. To prove that എന്ന് പറഞ്ഞത് എഴുതണമെന്നില്ല. To prove that X is normal. X normal ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സഫിഷ്യന്റ് പാർട്ടിൽ നമ്മളെടുത്ത സെറ്റിന്റെ പേര് A ആയിരുന്നു. അതുകൊണ്ട് ഇനി അത് ആ കാര്യത്തിലേക്കുള്ള നൊട്ടേഷൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. Now we have to prove that topological space X is normal. By definition, space is normal if we are taking any two disjoint closed sets and getting two disjoint open sets containing the closed sets. അതാണ് ഡെഫിനിഷൻ. അപ്പൊ നമ്മൾ അത് വെച്ച് ടോപ്പോളജിക്കൽ സ്പേസ് നോർമൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കുന്നു. സാധാരണ എയും ബിയും അല്ലെ സിയും ഡിയും ഒക്കെ എടുക്കുന്നത്. ഇത് എ സഫിഷ്യന്റ് പാർട്ടിലെ അസംഷന്റെ നൊട്ടേഷൻ ആയതുകൊണ്ട് സി ഡി എടുത്താലും മതി. ഇവിടെ ബി സി എന്നാണ് എടുത്തേക്കുന്നത്. ലെറ്റ് ബി സി ബി closed subsets of X. Closed subsets of X. Disjoint closed subsets of X എടുത്തു. നോർമാലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണം എടുത്തു. Then സഫിഷ്യന്റ് പാർട്ട് ഉപയോഗിക്കണമെങ്കിൽ, അസംഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്നാ വേണ്ട, ഒരു ക്ലോസ്ഡ് സെറ്റ് വെച്ച് അസംഷൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. ഒരു ക്ലോസ്ഡ് സെറ്റ് അവിടെ ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്പേസിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ആയിട്ട് അത് ഉപയോഗിച്ച് നമുക്കൊരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടാക്കാം. സഫിഷ്യന്റ് പാർട്ടിലെ നൊട്ടേഷനായ എ ആ ക്ലോസ്ഡ് സെറ്റിന്റെ പേരായിട്ടും കൊടുക്കുന്നു. എ ഈക്വൽ ടു രണ്ട് ക്ലോസ്ഡ് സെറ്റ് ബിയും സിയും ഉണ്ട്. അതിനെ രണ്ടിനെയും ചേർത്ത് ബി യൂണിയൻ സി നമ്മൾ എഴുതുകയാണ്. ക്ലോസ്ഡ് സെറ്റ്സിന്റെ യൂണിയൻ, ഫൈനൈറ്റ് യൂണിയൻ രണ്ടെണ്ണം ഉള്ളൂ, അത് ക്ലോസ്ഡ് ആണ് എന്ന് നമുക്കറിയാം. എ ഈക്വൽ ടു ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സെറ്റ് ആണ്. ആൻഡ് വി ഡിഫൈൻ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ. എയിൽ നിന്ന് റിയൽ ലൈനിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് ബിയും സിയും ആണ്. അപ്പൊ ബിയിലും സിക്കും തമ്മിലൊരു വ്യത്യാസം വേണം. അതുകൊണ്ട് എഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ബി. ഡിഫൈൻ വേറൊരു തരത്തിലും കിട്ടിയതൊന്നുമല്ല, നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ബിയെയും സിയെയും നമുക്ക് മാറ്റി അറിയണം.
അതുകൊണ്ട് ബിയിലെ എലമെന്റ്സിന് 0 എന്നും സിയിലെ എലമെന്റ്സിന് 1 എന്നും നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഇത് റിയൽ വാല്യൂഡ് ആണ്. ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ബിയിലെ എലമെന്റ്സിന് 0, സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയത്തില്ല, ബിയും സിയും റിയൽ ലൈൻ ഒന്നും അല്ലല്ലോ. ബിയിലെ എലമെന്റ്സിന് 0, സിയിലെ എലമെന്റ്സിന് 1. ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ എ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണ്, നമുക്കൊരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. Then by sufficient part we have a continuous extension. By our assumption there exists. Then there exists a continuous function. A continuous function എന്താ എക്സ്റ്റൻഷൻ ആണ് ക്യാപിറ്റൽ എഫ് ഫ്രം ഇപ്പൊ എയിൽ നിന്നേ ഉള്ളൂ എക്സ് ടു ആർ, such that capital F of x equal to എഗ്രി ഓൺ എ ക്ലോഷർ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് എയിൽ എഗ്രി ചെയ്താലും മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എയിൽ എങ്ങനെയാ, എ ഈക്വൽ ടു ബി യൂണിയൻ സി, 0 ഫോർ എക്സ് എലമെന്റ് ഓഫ് ബി ആൻഡ് 1 ഫോർ എക്സ് എലമെന്റ് ഓഫ് സി. ഇതിനെ നമ്മൾ എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. പക്ഷെ എ എന്ന് പറയുന്ന സെറ്റിൽ അത് ബി യൂണിയൻ സി ആണ്, അതിൽ പഴയ വാല്യൂ തന്നെ കിട്ടുന്നത് പോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ബിയിലെ എലമെന്റ്സിനൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്, സിയിലെ എലമെന്റ്സിലൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. ഈ 0യും 1ഉം റിയൽ ലൈനിലെ പോയിന്റ്സ് ആണ്. ആൻഡ് വി നോ ദാറ്റ് ദ റിയൽ ലൈൻ ആർ ഈസ് T2. T2 ആണ് 0 നോട്ട് ഈക്വൽ ടു 1. 2 പോയിന്റ്സ് ആണ് റിയൽ ലൈനിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് പോയിന്റ്സ് T2, ഡിഫറെന്റ് പോയിന്റ്സിൽ എന്നാ ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സിന്റെ അകത്ത് നമുക്കതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ, there exists ഓപ്പൺ സെറ്റ്സ്. ഓപ്പൺ സെറ്റ്സ് എവിടത്തെയാ, യു വി ഇൻ ആർ, റിയൽ ലൈനിലെ പോയിന്റ്സ് ആണ്. അപ്പൊ റിയൽ ലൈനിലെ ഓപ്പൺ സെറ്റ് യു വി ഇൻ ആർ സച്ച് ദാറ്റ് 0യും 1ഉം ആണ് ഡിസ്റ്റിങ്ക്ട് പോലെ പോയിന്റ്സ്. ഒരെണ്ണത്തിനെ യുവും കണ്ടെയ്ൻ ചെയ്യും, മറ്റേതിനെ വിയും കണ്ടെയ്ൻ ചെയ്യും. പിന്നെ യു ഇന്റർസെക്ഷൻ വി 5 ആയിരിക്കും. ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഡിസ്ജോയിന്റ് എഴുതാം, അല്ലെ ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ പറയാം. ഇനി 0 യുവിനകത്തുണ്ട്, നമ്മൾ പുതിയൊരു സെറ്റ് ജി ഡിഫൈൻ ചെയ്യുന്നു. ക്യാപിറ്റൽ എഫ് ഇൻവേഴ്സ് ഓഫ് യു. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ. ആറിലെ ഒരു ഓപ്പൺ സെറ്റ് ആണ് യു. യുവിനകത്ത് 0 ഉണ്ട്, യുവിനകത്ത് 0 ഉണ്ട്. എഫ് ഇൻവേഴ്സ് യു എടുക്കുമ്പോൾ എഫ് ഇൻവേഴ്സ് 0 എടുക്കും. ഫംഗ്ഷന്റെ വാല്യൂ എക്സ് എലമെന്റ് ഓഫ് ബിയിലൊക്കെ 0 ആണ്. എഫ് ഇൻവേഴ്സ് 0 എടുക്കുമ്പോൾ ബിയിലെ പോയിന്റ്സ് മുഴുവൻ അവിടെ വരും എന്ന് ഉറപ്പാണ്. ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് 0 കൂടാതെ 0യെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് റിയൽ ലൈനിലെ യു. അപ്പോൾ 0 ഉണ്ട്, 0 കൂടാതെ പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് ആ എലമെന്റ്സിന്റെ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും പ്രശ്നമല്ല. 0യുടെ ഇൻവേഴ്സ് ഇമേജ് എടുത്തുകൊണ്ട് 0 ഇമേജ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ഇതിന്റെ അകത്ത് ഉണ്ടാവും, അതിൽ കൂടുതലും ഉണ്ടാവും. 0 ഇൻവേഴ്സ് ഇമേജ് ആകുന്ന ബി ഇവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് യു എന്ന് ഡിഫൈൻ ചെയ്താൽ ഉറപ്പായിട്ടും ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എച്ച് ഈക്വൽ ടു 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആണ് വി. അപ്പോൾ 1ന്റെ ഇൻവേഴ്സ് ഇമേജ് 1 ഇമേജ് ആയിട്ട് വരുന്ന പോയിന്റ്സ് സി മുഴുവൻ അവിടെ ഉണ്ടാവും. വിയിൽ വേറെയൊക്കെ പോയിന്റ്സ് ഉണ്ടാകുന്ന അനുസരിച്ച് എഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സ്മോൾ എഫ്. അപ്പോൾ റിയൽ ലൈനിലെ മറ്റ് വാല്യൂസും വിയിൽ ഉണ്ടാവും. അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ സ്പേസ് എക്സിലെ വേറെ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിവേ സി ഈസ് എ സബ്സെറ്റ് ഓഫ് എച്ച്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ആൻഡ് യു ആൻഡ് വി satisfy the condition u intersection v equal to 5. So f inverse u intersection f inverse v equal to 5 or g intersection h equal to 5. അതിന്റെ ഒന്നും റീസൺ എഴുതണമെന്നൊന്നും ഇല്ല, നേരെ എഴുതിയാലും മതി. f inverse u intersection f inverse v ആണ്, g intersection h, u intersection v 5 എന്നുള്ളത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല. That is given two disjoint closed sets b and c of x. There exists disjoint open sets G and H such that B is a subset of G, C is a subset of H, G intersection H equal to 5 using our sufficient part assumption. അപ്പോൾ sufficient partന്റെ proof ആയി. ക്ലോസ്ഡ് സെറ്റ് ഒരെണ്ണം തന്നാൽ അവിടെ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ സ്പേസിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് അസംഷൻ. അത് വെച്ച് ടോപ്പോളജിക്കൽ സ്പേസ് നോർമൽ ആണ് എന്ന് പ്രൂവ് ചെയ്തു. ടോപ്പോളജിക്കൽ സ്പേസ് നോർമൽ ആണ് എന്ന ഡെഫിനിഷൻ അനുസരിച്ച് പ്രൂവ് ചെയ്യാൻ 2 ക്ലോസ്ഡ് സെറ്റ് എടുക്കണം. പക്ഷെ നമ്മുടെ സഫിഷ്യന്റ് പാർട്ടിലെ അസംഷൻ ഒരു ക്ലോസ്ഡ് സെറ്റിനെ ഉള്ളൂ. അപ്പൊ ഈ 2 ക്ലോസ്ഡ് സെറ്റ് വെച്ച് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഫൈനൈറ്റ് എണ്ണം ഉള്ളെങ്കിൽ 2 ഉള്ളൂ. ക്ലോസ്ഡ് ആണെന്നുണ്ട് നമ്മളൊരു ക്ലോസ്ഡ് സെറ്റ് എ സബ്സെറ്റ് ഓഫ് എക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നു. ബിയിലെയും സിയിലെ എലമെന്റ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയണം. അതുകൊണ്ട്
ബിയിൽ 0യും സിയിൽ 1ഉം. അപ്പോൾ ആ കണ്ടിന്യൂസ് ഫംഗ്ഷന് റിയൽ ലൈനിലേക്ക് അല്ല ഫുൾ സ്പേസിലേക്ക് എക്സിലേക്ക് ടോപ്പോളജിക്കൽ സ്പേസ് എക്സിലേക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാവും ഈ അസംഷൻ വെച്ച്. ആ ഫംഗ്ഷനെ ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ സെറ്റ്സ് റിയൽ ലൈൻ T2 ആണ് എന്നുള്ളത് ഉപയോഗിച്ച് ഓപ്പൺ സെറ്റ്സ് ബി സബ്സെറ്റ് ഓഫ് ജി സി സബ്സെറ്റ് ഓഫ് എച്ച് ജി ഇന്റർസെക്ഷൻ ഫൈ ആകുന്നത് പോലെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ദിസ് ഇസ് എ സഫിഷ്യന്റ് പാർട്ട് ഓഫ് ദ തിയറം. Then we can move to the necessary part of the theorem. For that we assume that the topological space is normal and we have to prove that for every closed subset of x, continuous real valued functions on that closed set can be extended continuously to the space x. അതിനുവേണ്ടി നമ്മൾ ആദ്യം മറ്റൊരു തിയറം ആണ് പ്രൂവ് ചെയ്യുന്നത്. അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടാണ് എല്ലാ ക്ലോസ്ഡ് സെറ്റിലും എക്സിലേക്ക് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആയിട്ട് ഫോം ചെയ്യാം എന്ന് പറയാൻ പോകുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.